നമസ്കാരം. ഇതാ ഒന്ന് കേട്ടു നോക്കൂ. ഇവിടെ ഒരാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ എറണാകുളത്ത് നിന്ന് പോലും 16-15 വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോക്സോ കേസ്, അതിന് പണം കൊടുത്ത ശ്രീമാൻ ഷാഫി പറമ്പിലിനെ വരെ ഞാൻ ഇതിന്റെ മുന്നിൽ വലിച്ചു കീറിത്തരാം. ഒന്ന്. രണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ മാന്യനുണ്ടല്ലോ UDF-ന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ കഥ കിട്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എനിക്ക് ആ പതിവില്ല. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കെതിരെ എന്ത് സംഭവിച്ചാലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും, വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും. ഒരാൾ എറണാകുളത്ത് നിന്ന് എന്നെ കാണാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ, ഈ 10-ാം തീയതി കഴിഞ്ഞാലാണ് ഒറിജിനൽ ആയിട്ടുള്ള കളി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അപ്പോ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മുന്നിൽ അവർക്ക് താങ്ങും തണലുമായി ഞാൻ ഉണ്ടാകും. അപ്പോ എങ്ങനെയുണ്ട്? കൊച്ചമ്മ പറയാണ്, എറണാകുളത്തുനിന്ന് ഒരു വെടി പുറപ്പെട്ടിട്ടുണ്ട്, ആ വെടിക്ക് താങ്ങും തണലുമായിട്ട് ഞാൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സുഖിക്കാൻ വേണ്ടിയിട്ട് പലവന്മാരുടെയും കൂടെ കിടന്നു കൊടുത്തിട്ട് അടുത്ത് ഓരോരുത്തർ ഓരോ സ്ഥാനമാനങ്ങളിലേക്ക് എത്തുമ്പോൾ അതും മണപ്പിച്ചുകൊണ്ട് വരുന്ന കുറേ എംബോക്കികളായിട്ടുള്ള കുറേ സ്ത്രീകളുണ്ട്, കുറേ പെൺകുട്ടികളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും പോരാ, ഒരേ സമയം ഒരുപാട് പേരുമായിട്ട് കുണയ്ക്കണം. അതാണ് സംഭവം. അത് കഴിഞ്ഞതിന് ശേഷം അവൻ ഏതെങ്കിലും, ഇപ്പോൾ പിഷാരടിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം പറയാം ശോഭേച്ചിയെ, ഞാൻ ഒരു കാര്യം പറയാം, ഒന്നും നോക്കണ്ട, വൻ ഭൂരിപക്ഷത്തിൽ പിഷാരടി ജയിക്കും. അത് വേറൊരു വശം. അതിന് കാരണം നിങ്ങളൊക്കെ തന്നെയാണ് കാരണം, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ ഇമാതിരിയുള്ള ഉടായ്പകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ രാഷ്ട്രീയം പറഞ്ഞും വികസനം പറഞ്ഞുമൊക്കെ വോട്ട് ചോദിക്കും. അതാണോ ഇത്? അവസാന സമയത്ത് നിങ്ങൾ ഇതാണോ ചോദിക്കുന്നത്? അപ്പോൾ വോട്ടർമാരുടെ അവരുടെ മനസ്സ് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള തരികിടപ്പണി, നിങ്ങൾ കളിച്ച മൂന്നാംകിട പണികളെല്ലാം പാളിയപ്പോൾ അടുത്ത് ഒരു അവസാന ഘട്ടത്തിൽ കൊണ്ടുവരും. എറണാകുളത്തുനിന്നൊരു സാധനം വരികയാണ്, ആ വെടിയെ വെച്ച് നമ്മളിപ്പോൾ കളിക്കുമെന്ന്. ആ വെടിയിഞ്ഞ് വരാൻ പറയും. ഇതിനെയൊക്കെ ശക്തമായിട്ട് നേരിടാനും കൂടെ പഠിക്കണം, അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ. പിന്നെ ഈ ആരോപിക്കുന്ന സ്ത്രീകളായിട്ടോ നിങ്ങൾ ഒരാളിനെ വിരൽ ചൂടുമ്പോൾ ബാക്കി 4 വിരൽ നിങ്ങളുടെ നേർക്കാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം എത്ര പേരുടെ അടുത്ത് കഴപ്പ് തീർത്തിട്ടാണ് അത്. പുരുഷന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാവും, മനസ്സിലായില്ലേ? പുരുഷന്മാർ പറഞ്ഞാൽ വിഷയമാവും. ഇവിടെ ആരും ഏക ഭർത്തൃബന്ധത്തിൽ നിന്നും അല്ല, ഏക പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഇവിടുത്തെ സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം പേര് നിൽക്കുന്നത്, നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ഗുണവതര അടിച്ചുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങോട്ട് വരണ്ട. 10-ാം തീയതി കഴിഞ്ഞു, ഇന്ന് 11-ആയി. നിങ്ങളിനി എറണാകുളത്തെ സാധനം കൊണ്ടുവരികയോ അല്ലെങ്കിൽ മറ്റേ കേരളം മൊത്തം ഇപ്പോൾ ഒരൊറ്റ വ്യക്തിയുടെ കയ്യിലായിരുന്നു ഇലക്ഷൻ പ്രചരണം മൊത്തം നടന്നത്. അദ്ദേഹം പോക്സോ കേസുകൾ പൈസ കൊടുത്തൊതുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇമാതിരിയുള്ള തറപരിപാടികൾ വച്ച് നിർത്തേണ്ടത് അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. ആണുങ്ങളെ പോലെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തതനുസരിച്ച് വോട്ട് ചോദിക്കാം. നിങ്ങൾ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ചോദിക്കാം. പരാജയ ഭീതി മണക്കുമ്പോൾ ഇമാതിരിയുള്ള മൂന്നാംകിട പരിപാടികളുമായിട്ട് വരരുത്. കേരളത്തിലെ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി നാണവും മാനവും ഉളുപ്പും വേണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ കുറച്ചുളുപ്പ് അതെങ്കിലും നിങ്ങൾ ശേഷിക്കണം. കാരണം വീട്ടിൽ അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ എറണാകുളത്ത് പല ജില്ലകളിൽ നിന്ന് പോയി താമസിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കുറേയൊക്കെ പെൺപിള്ളേരും സ്ത്രീകളും ഏത് ലെവലാണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇമാതിരിയുള്ള ഉടായ്പകൾ കൊണ്ട് വരാതെ വികസനങ്ങൾ പറഞ്ഞ്, അല്ലാതെ നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചതും കമ്മീഷൻ വാങ്ങിച്ചതും കാര്യങ്ങളാണല്ലോ ഇപ്പോൾ നാട്ടിൽ പാട്ട്. ഇമാതിരിയുള്ള പരിപാടിയൊക്കെ നിർത്തി കുറച്ചുകൂടി മാന്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ് നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് കുറച്ചുകൂടി നല്ലത്. ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.